എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ ഒത്തിരി ആയിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസിനെ കുറിച്ച് എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്. നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലെ സാരിയാണ്. ഗ്രീൻ കളറിലെ സാരിയിൽ ബ്ലാക്ക് കളറിലെ നെറ്റ് വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഹാൻഡ് വർക്ക് വെച്ച് തന്നെ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഒരു ഫ്ലവറും അതിൻ്റെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് മീൻസ് അതിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് കുറച്ച് പെറ്റൽസും ഒക്കെ കിടക്കുന്നത് പോലെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ഫ്ലവർ ഡിസൈൻസ് ആണ് ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്നത്. 4 5 ഫ്ലവർ ഡിസൈൻസ് ആണ് ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്നത് പോലെ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡ് വരുന്നത്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ബീഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോപ്പർ ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല വലിയതായിട്ട് തന്നെ ഡിസൈൻസ് വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോർമലി ഇങ്ങനെ ആപ്ലിക് വർക്ക് ഡിസൈൻസ് ഒക്കെ കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ പറയുന്നത് മംഗൾഗിരി കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് നേരത്തെ മംഗൾഗിരി പട്ടിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വരുന്ന മംഗൾഗിരി കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻ പോർഷനൊക്കെ ഇതുപോലെ നല്ല ടാസൽസ് ഒക്കെ വന്ന് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ സെയിം ഫ്ലവർ പാറ്റേൺ ഒരു ബോർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 4 ഫ്ലവേഴ്സ് ഇതിൻ്റെ ബോർഡറിൽ ലൈനായിട്ട് വരുന്ന ഒരു പാറ്റേണിൽ വലിയ ഗ്യാപ്പ് ഇടുന്ന ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. ഒരു 3 ഫിംഗർ ഗ്യാപ്പിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് അത്യാവശ്യം വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് തന്നെ ഡിസൈൻ വരും. അതുപോലെ ഈ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ഗ്രീനിൽ ബ്ലാക്ക് നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നന്നായിട്ട് കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട്. നോർമൽ കോട്ടൺ മെറ്റീരിയലിനേക്കാളും കുറച്ചും കൂടി ഒരു ഷൈനിങ്ങും കുറച്ചുകൂടി ഒരു കട്ടിയൊക്കെ ഉള്ള ഒരു ഫാബ്രിക് ആണ്. എന്നാൽ ഭയങ്കര വെയിറ്റ് ഉള്ള ഫാബ്രിക് അല്ല. നെക്സ്റ്റ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കണ്ട ഒരു പാറ്റേണിൽ തന്നെ സ്കാറ്റർ ചെയ്ത് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം പോർഷനിലെ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം പോർഷനിലെ ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ടും ആ റൈറ്റ് ലെഗ് പോർഷനിലും ഒക്കെ വരുന്നത് പോലെ ഒരു സ്കാറ്റർ ചെയ്ത് 5 ഫ്ലവേഴ്സ് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ സാരിയുടെ കൂടെ ഇതിനകത്ത് സെയിം അല്ല, കോൺട്രാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന പോലെ ഒരു ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ സെയിം ആ ഒരു ബോഡി കളറിൽ വരുന്ന ഗ്രീൻ വർക്ക്, അതുപോലെ ഇതിന് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ ബ്ലാക്ക്, ആ നെറ്റിൻ്റെ കളറും ത്രെഡ് വർക്കിൻ്റെ കളർ വരുന്ന ബ്ലാക്ക് കളറിൽ ബോഡി കളർ വന്നുകൊണ്ട് ഗ്രീൻ പ്രിന്റ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ബ്ലൗസ് വെച്ചിട്ട് ഈ ഒരു സാരി പെയർ ചെയ്യുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിന്റഡ് ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനെ അല്ല, നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് കളറോ പ്ലെയിൻ ഈ ബോഡി കളറിൽ ബ്ലൗസ് വെച്ചിട്ടോ ഈ സാരി പെയർ ചെയ്യാം. നല്ല സൂപ്പറായിട്ട് നമുക്കൊരു ഒക്കേഷനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2250 റുപ്പീസാണ്. 2250. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇതൊരു സിൽക്ക് ഫാബ്രിക്കിൽ മിഷൻ എംബ്രോയിഡറിയും അതുപോലെ ഇതുപോലത്തെ ഒരു ബീഡ് വർക്കും വന്നിരിക്കുന്ന ഒരു സാരിയാണ്. നമുക്കൊരു സബ്സ്ക്രൈബർ ചെയ്ത് അയച്ചതെന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബീഡ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ബോർഡറിലും ഈ ഒരു പാറ്റേൺ, ഒരു ട്രീയുടെ പാറ്റേണിൽ ബീഡ്സ് ഗ്ലൂ ചെയ്തിരിക്കുവാണ്. സ്റ്റിച്ച്ഡ് അല്ല, ഗ്ലൂ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗി തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫുൾ ബോഡിയിൽ വന്നിരിക്കുന്ന ചെറിയ ഫ്ലവർ മോട്ടീവ്സ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ ബോഡിയിലും ഞാൻ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചെയ്ത് കാണിക്കും. ഇതിൻ്റെ പല്ലു പോർഷനാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. വേണ്ടോ, ഈ ഒരു പാറ്റേൺ ക്ലോസ് ചെയ്ത് ഫുൾ ബോഡിയിൽ ഈ ഒരു എംബ്രോയിഡറി വന്ന് 2 വശത്തുമുള്ള ബോർഡറിലും ഈ ഒരു ബീഡ് വർക്ക് വരുന്നൊരു പാറ്റേണിലാണ്. ബീഡെന്നോ സ്റ്റോണെന്നോ പറയാം. ഇത് ചെറിയൊരു സിൽവർ കളറിലെ സ്റ്റോൺസ് ആണ് ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ സാരി ഒന്ന് വെച്ച് കാണിക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സാരിയാണ്. സിൽക്ക് ഫ്ലോയി ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് നമുക്ക് ബോഡി ഹഗ്ഗിങ് ആയിട്ട് തന്നെ ഉടുക്കാൻ പറ്റും. നല്ലതായിട്ട് ഈസി ടു വെയർ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഒട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതോ
അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉടുക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫുൾ ബോഡിയിലും ഇതുപോലെ ഈ ഒരു ഡിസൈൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി പാർട്ടി വെയർ സാരിയാണ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ചെസ്റ്റ് പോർഷൻ വരെയും, ചെസ്റ്റ് പോർഷൻ അല്ല, കുറച്ച് ഈ ഇത്രയും ഭാഗം വരെയും ഇങ്ങനെ ഫുൾ ബോഡി വർക്കുണ്ട്. അതിന് ശേഷം വരുന്ന പോർഷനിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ സാരിയുടെ ഹാഫ് പോർഷൻ ഇതുണ്ടോ, ഹാഫ് പോർഷനിൽ വർക്കും അതിൻ്റെ എൻഡ് പോർഷൻ ബോട്ടം, അതായത് ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഫുൾ പോർഷനിൽ ഈ ഒരു ഡിസൈൻ ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡിയിലും ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഷൈനിങ് ഉള്ള ഒരു സിൽക്ക് മിക്സ് വരുന്നൊരു സിൽക്ക് ഫാബ്രിക് ആണ്. വളരെ നല്ലൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ്. ഒരു ബേജ് കളർ കോമ്പിനേഷനാണ്, ബേജ് ഗ്രേ കോമ്പിനേഷൻ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണുകയും ചെയ്യും. ഇതിനകത്ത് റണ്ണിങ് ആയിട്ട് ബ്ലൗസ് പീസും വരുന്നുണ്ട്. സെയിം കളർ തന്നെയാണ്, ബ്ലൗസ് സെൽഫ് കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ രണ്ടിൻ്റെയും സ്ലീവ്സിൻ്റെ എൻഡിൽ ഈ ഒരു പാറ്റേണിൽ ആ ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് പക്കായിട്ടുള്ളൊരു പാർട്ടി വെയർ സാരി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കളറും ഒക്കെ അത്ര വലിയൊരു ഭയങ്കര ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു റെഗുലർ വെയർ ആയിട്ടോ അല്ലെങ്കിൽ സെമി പാർട്ടി വെയർ ആയിട്ടോ ചേർച്ച് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3600 rupees ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഹെവി വർക്കുള്ള ഒരു സാരി ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു മംഗൾഗിരി കോട്ടൺ വരുന്ന ഒരു ഫാബ്രിക് സാരിയാണ്. നമ്മൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ബ്ലാക്ക് സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺട്രാസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലെ ഫ്ലവർ കോമ്പിനേഷനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റണ്ണിങ് ആയിട്ടുള്ള ക്ലൈംബിംഗ് പാറ്റേണിൽ നമ്മൾ ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നടുക്കൊരു വലിയ ഫ്ലവറും രണ്ട് വശത്തോടും ഫ്ലവേഴ്സിൻ്റെ സൈസ് കുറച്ച് വന്നുകൊണ്ട് ബുള്ളിയൻ നോട്ട്സും ഫ്രഞ്ച് നോട്ട്സും അതുപോലെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ലീവ്സും ഒക്കെ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരി. മീൻസ് വർക്ക് കാണുമ്പോഴാണ് അത്രയും സിംപ്ലിസിറ്റി ഞാൻ പറഞ്ഞത്. ബുള്ളി നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് നല്ല സമയമുള്ള വർക്കാണ്. പക്ഷേ നമ്മളിത് കാണുമ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഭയങ്കര ഒരു ക്ലാസിക് ലുക്ക് തരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. ഇതിനകത്ത് ആ ഒരു സെയിം ആ ഒരു മസ്റ്റാർഡ് യെല്ലോയിലെ ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബ്രാഞ്ച് പോലെ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ ഈ ഒരു സൈഡിൽ കൂടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്നിടത്താണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു 3 സർക്കിൾ പാറ്റേൺ വരുന്നത്, സർക്കിൾ അല്ല ഒരു ഓവൽ ഷേപ്പ് വരുന്ന ഒരു പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു 3 ഡിസൈൻ പോലെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ പല്ലുവിൽ കണ്ട ഡിസൈൻ 2 എണ്ണമാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് സാരിയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് ആ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ലതായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് ദൂരെ നിന്നാണെങ്കിൽ പോലും കാണാൻ പറ്റും. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. മെറ്റീരിയലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോർമൽ ഒരു കോട്ടൺ ഫാബ്രിക് പോലെയല്ല, കുറച്ചൊരു കട്ടിയുള്ള ഫാബ്രിക് ആണ്. കുറച്ച് നമുക്ക് ഈസി ടു വെയർ ആണ്, ഈസി ടു ഡ്രൈപ്പ് ആണ്, സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്തൊരു ടൈപ്പ് കോട്ടൺ ഫാബ്രിക് ആണ്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കട്ടിയൊക്കെയുള്ള ടൈപ്പ് ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഉടുത്ത് വന്നാൽ, നല്ല രസമുള്ളൊരു വർക്കുമാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ചെസ്റ്റ് പോർഷനിൽ കണ്ടതുപോലെ തന്നെ 2 ഡിസൈനാണ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി കാണാറുള്ളതുപോലെ സ്റ്റാൻഡിങ് പോസിൽ കൊടുക്കുന്നതിന് പകരം സ്ലീപ്പിംഗ് പോസിൽ 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പം ആ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ടൊക്കെ വരുന്നത് പോലെ ഈ ഡിസൈൻസ് വരുന്നതായിരിക്കും. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം കാണുന്ന ഭാഗത്തൊക്കെ ഈ ഒരു എംബ്രോയിഡറി വർക്കുണ്ട്. പിന്നെ ബ്ലാക്കിലായതുകൊണ്ട് തന്നെ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനും പറ്റും. ഇതിൻ്റെ കൂടെയും അറ്റാച്ച്ഡ് ആയിട്ടൊരു ബ്ലൗസ് ഉണ്ട്. നേരത്തെ സാരിയിലുണ്ടായിരുന്നത് പോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ്. ഇതിനകത്ത് ഏകദേശം ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ വരുന്ന പോലെയാണ് ഈ ബ്ലൗസ് പാറ്റേണും വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാരിയുടെ ഈ ഒരു ബ്ലൗസ് വെച്ച് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും സാരി ഉടുക്കുമ്പോഴത്തേനും. അല്ല ഇനിയിപ്പോൾ പ്രിന്റഡ് ബ്ലൗസ് വേണ്ട എന്നുള്ളവർക്ക് ബ്ലാക്ക് ബ്ലൗസ് വെച്ചിട്ടോ ഇതുപോലെ മസ്റ്റാർഡ് യെല്ലോ കളർ ബ്ലൗസ് വെച്ചിട്ടോ ഒക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. എന്നാലും ഈ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിൻ്റെ ഒരു എലഗൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാരി നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്
2350 റുപ്പീസാണ്. 2350. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടെസർ സിൽക്കിന്റെ സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു വയലറ്റിന്റെ ബ്ലൂവിന്റെ ഒരു മിക്സ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. പ്യുവർ ബ്ലൂ ഷെയ്ഡ് അല്ല, ഒരു ഡബിൾ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു വയലറ്റിഷ് ഒരു ബ്ലൂ ആയിട്ടുള്ളൊരു ഷെയ്ഡ് വരുന്ന ഒരു ലാവൻഡറിന്റെ ഒക്കെ ഒരു ഡാർക്ക് ടോണിലോട്ടൊക്കെ വരുന്ന ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന ടെസർ സിൽക്ക് സാരിയാണ്. ഇത് പ്യുവർ ടെസർ അല്ല, നമ്മൾ നേരത്തെ മിഷൻ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കോട്ടൺ മിക്സ് വരുന്നത് പോലത്തെ ടെസർ മെറ്റീരിയലാണ്. എന്നാലും നല്ല റേറ്റ് വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. പ്യുവർ ടെസർ പോലെ മീറ്ററിന് 900 ആ റേഞ്ച് വരില്ല. ഒരു സാരി വിത്ത് ബ്ലൗസ് വരുന്നതിന് 2500 റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതിന്റെ ഫുൾ ബോർഡറിലും ഇതുപോലെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇത് മിക്സ്ഡ് ആയിട്ടാണ്, ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും അതുപോലെ ഈ ഒരു ഫ്ലവറിന്റെ ഒരു ക്ലൈമ്പിംഗ് പാറ്റേണും ഒക്കെ മെഷീൻ എംബ്രോയിഡറി യൂസ് ചെയ്തിട്ടും അതുപോലെ ഈ ഡാർക്ക് കളറിലുള്ള ഡീറ്റെയിലിങ്സ് കൊടുത്തിരിക്കുന്നത്, അതായത് ഈ ലോങ് ഫ്രഞ്ച് നോട്ട്സും ഒക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി യൂസ് ചെയ്തുകൊണ്ട് ഫുൾ ബോർഡറിലും ഇത്രയും ആ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട്സും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡിസൈനാണ്. അതുപോലെ ഈ സ്കാലപ്പിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ആണെങ്കിലും ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷന്റെ നമ്മൾ വീഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണാവുന്ന അറിയത്തില്ല. ഫുൾ ഈ ഒരു പല്ലു പോർഷന്റെ നമുക്ക് ആ മുന്താണി വരുന്ന ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു ബോഡി കളറിനോട് സിമിലർ ആയിട്ടുള്ള ആ ഒരു ടോൺ വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. എന്നാലും ഇതിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത്. ഉള്ളിൽ വരുന്ന ബോർഡർ നമുക്ക് നോർമലി വരുന്നത് പോലെ ഒരു ഹാഫ് പോർഷൻ വരെയും അതുപോലെ ബോട്ടം പോർഷനിൽ ഫുൾ ബോർഡറും വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. ഫുൾ ബോർഡറും ഇതേ രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ബോർഡറും ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ടെസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ടെസർ പോലെ ഉടഞ്ഞു പോകത്തില്ല, ഉടഞ്ഞിങ്ങനെ ചുളുങ്ങി പോകുന്നതല്ല. പറ്റും നോർമൽ പ്യുവർ ടെസർ ശരിക്കും ഒരു പേപ്പർ ഫീലാണല്ലോ, നമുക്ക് ചുളുങ്ങിയാൽ നന്നായിട്ട് ആ പേപ്പർ ചുളുങ്ങുന്ന പോലെ ചുളുങ്ങും. പക്ഷെ ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ടെസർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടെസറിന്റെ ആ ഒരു ഷൈനിങ്ങും ആ ഒരു ക്ലാസിക് ലുക്കും ഒക്കെ തരുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതിനകത്ത് ഈ ഒരു കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് സെൽഫ് കളേഴ്സ് തന്നെ. ഏകദേശം ആ സെൽഫ് കളറിന്റെ ഡാർക്കർ ലൈറ്റ് ടോണിലാണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഫ്ലവേഴ്സിലും ഫ്രഞ്ച് നോട്ട്സും അതുപോലെ ഈ ഒരു ലീഫ് പാറ്റേൺ ഒക്കെ ലോങ് ഫ്രഞ്ച് നോട്ട്സും യൂസ് ചെയ്തിട്ടാണ് ഇത് ഫുൾ ബോർഡറും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസിലും, ഈ 4 സാരീസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന 4 സാരീസിന്റെ കൂടെയും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസിന്റെ 2 സ്ലീവ്സിലും ഈ ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. സ്ലീവ് ലെൻറ്റിൽ വരുന്ന പോലെ നമുക്ക് ഈ ഒരു ബോർഡർ കൊടുക്കാം. 2 സ്ലീവിലും വരുന്നത് പോലെ സാരിയുടെ 2 വശത്തും ഇതുപോലെ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ബോർഡർ ഫുൾ കൈയും കവർ ചെയ്ത് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള വലുപ്പത്തിൽ തന്നെ ഈ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് കൂടെ വെച്ച് വന്നിരിക്കുന്ന ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 7500 റുപ്പീസാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഫുൾ ബോർഡറിലും ഈ ഒരു ഹാൻഡ് വർക്ക് ഡിസൈൻ ഉണ്ട്. അതുകൂടാണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ടെസർ മെറ്റീരിയൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് വരുന്നത്. ടെസർ ഇതായതുകൊണ്ട് തന്നെ ഇതിനെ എൻഡിൽ ടാസൽസും ഒക്കെ വന്ന് ഫിനിഷ് ചെയ്ത് വളരെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടോ നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഈ 4 സാരീസും ഇന്ന് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.